ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140ാം സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിൽ രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യൻ സായുധ സേന അതീവ ജാഗ്രതയിലാണെന്നും കൂടുതൽ സൈനിക നടപടി ആവശ്യമാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0യ്ക്ക് തയ്യാറാണെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നടന്ന 150ാമത് പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കവെയാണ് ജനറൽ ദ്വിവേദി ഇക്കാര്യം പറഞ്ഞത്. സമന്വയത്തിന്റെ പ്രാധാന്യം അടിവരയിട്ടതായും ജനറൽ ദ്വിവേദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലൂടെയും മൻ കി ബാത്ത് തത്സമയം ലഭ്യമാകും. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയം ചർച്ച ചെയ്യും. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാലാവസ്ഥാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് തീരദേശ മേഖലയിലെ കാലവർഷ മുന്നൊരുക്കം ഏകോപിപ്പിക്കുന്നത് സംബന്ധിച്ച് മന്ത്രി സി പി ജോണിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. കടലാക്രമണം തടയുന്നതിനാവശ്യമായ ജിയോ ബാഗുകൾ സജ്ജീകരിക്കുന്നതിനും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. 50ലധികം ജീവനക്കാരുള്ള പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ശിശുസംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് പരിഗണനയിലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മുഖ്യമന്ത്രിയെ അപമാനിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശിച്ചു. ആറ്റിങ്ങൽ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എസ് ജവാദിനെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്നലെ സസ്പെൻഡ് ചെയ്തത്. ബ്രിസ്റ്റോളിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യയ്ക്ക് 169 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. പൊതുജനങ്ങൾക്ക് ലളിതമായി പരാതികൾ രജിസ്റ്റർ ചെയ്യാനായി സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. മലയാളം ഉൾപ്പെടെ 22 ഇന്ത്യൻ ഭാഷകളിലും പരാതികൾ നൽകാം. പരാതികൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കോ വകുപ്പുകൾക്കോ സ്വയം തരംതിരിച്ച് നൽകാൻ ഈ AI സംവിധാനത്തിന് കഴിയും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയ്ങ് ന്യൂഡൽഹിയിലെത്തി. ഡൽഹിയിലെത്തുന്നതിന് മുൻപ് ബീഹാറിലെ ഗയ സന്ദർശിച്ച അദ്ദേഹം മഹാബോധി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.